ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. യെസ്, ഫോക്കസ് ഏരിയ റിവിഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സിലെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ. കൂടുതലും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നേരത്തെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും ഈ കഴിഞ്ഞ ഡിസ്കഷനിലും എല്ലാം മെക്കാനിക്സ് ഓർ കൈനമാറ്റിക്സ് എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ +1 സിലബസിൽ ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ച മറ്റൊരു ടോപ്പിക്കായിരുന്നു തെർമോഡൈനാമിക്സ്, സ്റ്റഡി ഓഫ് ഹീറ്റ്. 3 ചാപ്റ്റേഴ്സ് ആയിരുന്നു അവിടെ അല്ലേ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഒരു ചാപ്റ്ററാണ്, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. 3 ചാപ്റ്ററും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഹീറ്റിൻ്റെ എഫക്റ്റുകളാണ് ഈ 3 ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വന്നത്. അതിൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്റർ ഓൾറെഡി ഒരു ചെറിയ ചാപ്റ്റർ ആയിരുന്നു. ഫോക്കസ് ഏരിയയിലേക്ക് വന്നപ്പോൾ അത് പിന്നെയും ചെറുതായി. കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് മാത്രമേ നമുക്കതിൽ ഇനിയിപ്പോൾ കാര്യമായിട്ട് ഫോക്കസ് ഏരിയയിൽ നോക്കാനുള്ളൂ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. ബട്ട് നമുക്കതിൽ 2 പോയിന്റ്സ് മാത്രമേ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിലൊന്ന് വരുന്നത് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നൊരു പോയിൻ്റാണ്. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു അത്. മറ്റൊരു ഏരിയ വരുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്കുമാണ്. ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് അങ്ങ് പറയാം, അതിൻ്റെ അപ്പുറത്ത് വേറൊന്നും ചോദിക്കുകയില്ല. നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചാൽ മതി. ആ ചാപ്റ്റർ അത്യാവശ്യം വലിയ ചാപ്റ്റർ ആയിരുന്നു. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിൻ്റെ ഒരു ഡിഫറൻസ് മുതൽ തുടങ്ങി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പോലെയുള്ള ഭാഗങ്ങൾ, ചാപ്റ്ററിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അടക്കം ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു തെർമൽ പ്രോപ്പർട്ടീസ്. ബട്ട് നമുക്ക് എല്ലാ പോയിന്റ്സും നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാനില്ല. നമ്മളതിൽ ഫോക്കസ് ഏരിയയിലുള്ള 2 പോയിന്റ്സ് മാത്രം. ദെൻ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ചും കൂടെ 2-3 പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കണം, ഹീറ്റ് എഞ്ചിൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സും അഡിയാബാറ്റിക് പ്രോസസ്സും അടക്കമുള്ള ഈ തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനും നമുക്ക് ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, തിയറി അത്യാവശ്യം നിങ്ങൾ നേരത്തെ നല്ലോണം പഠിച്ചിട്ടുണ്ടാവണം. നല്ല രീതിയിൽ തിയറി പഠിച്ചവർക്ക് ഇതിൽ ഇനി പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരാനൊന്നുമില്ല. ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ പറയുന്നത് നേരത്തെ സെയിം ഡെറിവേഷൻ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയും. ഇപ്പോൾ ഈ തെർമൽ എക്സ്പാൻഷൻ്റെ കേസിലാണെങ്കിൽ 3 ടൈപ്സ് എക്സ്പാൻഷൻ ഉണ്ട് നമുക്കറിയാം. മെറ്റൽ ബോഡികളുടെ എക്സ്പാൻഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ചിലപ്പോൾ അത് ലിനിയർ എക്സ്പാൻഷൻ ആവാം. ഹീറ്റ് ചെയ്യുമ്പോൾ ബോഡികളെ നമ്മൾ ചൂടാക്കിയാൽ അതിൻ്റെ സൈസിൽ മാറ്റം വരുന്നു. ഇതാണ് ഈ എക്സ്പാൻഷൻ, തെർമൽ എക്സ്പാൻഷൻ എന്നുള്ളതിൻ്റെ കണ്ടന്റ്. ഇതാണ് ബോഡികളെ ചൂടാക്കുക. മെറ്റൽ ബോഡികൾ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അവരിൽ എക്സ്പാൻഷൻ സംഭവിക്കുന്നു. അത് ലീനിയർ ആയിട്ട് ഷേപ്പുള്ള ഒരു ബോഡി ആണെങ്കിൽ, ലെങ്ത്ത് നല്ലോണമുള്ള നല്ല നീളമുള്ള ഒരു ഇരുമ്പിൻ്റെ വടി, ഒരു സ്റ്റിക്ക് നമ്മൾ എടുത്തിട്ട് ചൂടാക്കിയാൽ ആ ഇരുമ്പിൻ്റെ സ്റ്റിക്കിൻ്റെ ലെങ്ത്തിലാണ് ചേഞ്ച് വരിക. അപ്പോൾ നമ്മളതിനെ ലിനിയർ എക്സ്പാൻഷൻ എന്ന് പറയും. ലെങ്ത്തിൽ എക്സ്പാൻഷൻ സംഭവിക്കുന്നു. ഇനി നമ്മളൊരു മെറ്റലിൻ്റെ ഷീറ്റ് എടുത്തു, ലെങ്ത്തും ബ്രെഡ്ത്തുമുള്ള ഒരു ഷീറ്റ് എടുത്തു, എന്നിട്ട് അതിനെ നമ്മൾ ചൂടാക്കുന്നു. അപ്പോൾ എവിടെയാണ് എക്സ്പാൻഷൻ സംഭവിക്കുക? ലെങ്ത്തിലും ബ്രെഡ്ത്തിലും എക്സ്പാൻഷൻ ഉണ്ടാവാം. എന്ന് വെച്ചാൽ ടോട്ടലി അതിൻ്റെ ഏരിയ എക്സ്പാൻഡ് ചെയ്യപ്പെടും. ഇനി അതുപോലെ നമ്മളൊരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ എടുത്തു, മെറ്റലിൻ്റെ ഒരു ക്യൂബ് പോലെയുള്ള ഒരു അറേഞ്ച്മെൻ്റ് എടുത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്താൽ എന്തിലൊക്കെയാണ് ചേഞ്ച് വരിക? ലെങ്ത്ത്, ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ്, ഇത് 3ഉം ചേഞ്ച് ചെയ്യും. അപ്പോൾ 3ഉം ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പറയാം ടോട്ടലി അവിടെ ഒരു വോളിയം എക്സ്പാൻഷൻ നടന്നിട്ടുണ്ടാവും. ഇവിടെ ഈ 3 എക്സ്പാൻഷനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട ഒരു കോൺസ്റ്റന്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ്. അത് ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ഉണ്ട്, ഏരിയ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ഉണ്ട്, വോളിയം എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ഉണ്ട്. ആൽഫ എൽ, ആൽഫ എ ആൻഡ് ആൽഫ വി, ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ, അത് ചെറിയൊരു ഡെറിവേഷനായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ആ ഡെറിവേഷൻ ഞാൻ ഒന്നും കൂടെ എഴുതി കാണിക്കും. നേരത്തെ പഠിച്ചവരുണ്ടെങ്കിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചവരാണെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ വാച്ച് ചെയ്യാം. അതുപോലെ തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് 2 വർക്ക് ഡൺ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനുണ്ട്. വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്, വർക്ക് ഡൺ ഇൻ അഡയാബാറ്റിക് പ്രോസസ്. അത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുണ്ട്. ബട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന പുതിയ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡെറിവേഷൻ ഒന്നും കൂടെ ശ്രദ്ധിക്കാം. നല്ല ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഹീറ്റ് എൻജിൻസിൻ്റെ ഭാഗം പറയുമ്പോൾ ഹീറ്റ് എൻജിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതും മറ്റുമൊക്കെ നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് വീണ്ടും പറയാനുള്ളത്. പ്രത്യേകിച്ച് ഒരുപാട് വെറൈറ്റി ടോപ്പിക്കിലേക്കൊന്നും നമുക്ക് പോകാനില്ല. എനിവേ നമുക്ക് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പെട്ടെന്ന് തിയറി അടക്കം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഓക്കെ,
തുടങ്ങുകയാണെ ശ്രദ്ധിച്ചോളാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, linear expansion is change in length of an object with temperature. നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് linear expansion എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ലെങ്ത് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത് മാറുന്നതിനെയാണ് നമ്മൾ ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പോൾ അവിടെ നമ്മൾ ഈ 3 എക്സ്പാൻഷൻ്റെയും ഇക്വേഷൻസ് നമ്മൾ ഒന്നിച്ച് പറയുമ്പോൾ, ഇപ്പോൾ എൽ ലെങ്ത് ഉള്ള ഒരു ബോഡി, ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത് എൽ ആയിരുന്നു, എൽ. ഓക്കെ, എൽ ആണ് അതിൻ്റെ ഒറിജിനൽ ലെങ്ത്. നമ്മൾ അതിന് ഹീറ്റ് ചെയ്യുന്നു, ഒരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാക്കുന്നു. ഇപ്പോഴുള്ളൊരു ടെമ്പറേച്ചർ T1 ആണ്, ഒരു റൂം ടെമ്പറേച്ചറിലായിരുന്നു എന്ന് വിചാരിച്ചോളൂ, അറൗണ്ട് 30 ഡിഗ്രി സെൽഷ്യസ്. നമ്മളതിന് ഹീറ്റ് ചെയ്യുന്നു, സപ്പോസ് ഒരു 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മളതിന് ചൂടാക്കി. ഇപ്പം ടെമ്പറേച്ചർ ചേഞ്ച് എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ് ടു 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ചേഞ്ച് നമുക്കറിയാം 70 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെ ചേഞ്ച് ടെമ്പറേച്ചർ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്തിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവാം, എക്സ്പാൻഡ് ചെയ്യപ്പെടാം. അതിനെയാണ് നമ്മൾ ഡെൽറ്റ എൽ എന്ന് പറയുക അല്ലേ, ഡെൽറ്റ എൽ, ലെങ്ത്തിൽ വന്ന ചേഞ്ച്. ഈ ഡെൽറ്റ എൽ കാണാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്, ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എൽ, അതല്ലെങ്കിൽ ഈ ഒറിജിനൽ ലെങ്ത്തിന് ചിലപ്പോൾ നമ്മൾ L0 ഇനീഷ്യലി ഉള്ളത് എന്നുള്ള ഉദ്ദേശത്തിൽ L0 എന്നും എഴുതാറുണ്ട്. സോ L0 ദെൻ ആൽഫ എൽ, ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്, ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് ആണത്, ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇനീഷ്യലി എത്രയായിരുന്നു, ഇപ്പോൾ നമ്മൾ എത്രത്തോളം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ് ഡെൽറ്റ ടി. ഇതിലാണ് ഈ ആൽഫ എൽ എന്ന് പറയുന്ന എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആൽഫ എല്ലിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം, ആൽഫ എൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ L0 ഇൻറ്റു ഡെൽറ്റ ടി എന്നും പറയാം. ഓക്കെ, ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്, L0 ഒറിജിനൽ ലെങ്ത്, ഡെൽറ്റ ടി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് പറയാം. ഇനി ഇതേപോലെ നമ്മളൊരു ഷീറ്റ് എടുത്തു, ഷീറ്റ് റെക്ടാങ്കിൾ ഷീറ്റ് ആവാം, സ്ക്വയർ ടൈപ്പ് ഷീറ്റ് ആവാം. നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ ഏരിയ A0 എന്ന് വിളിക്കുന്നു, അതായിരുന്നു അതിൻ്റെ ഒറിജിനൽ ഏരിയ. എക്സ്പാൻഡ് ചെയ്യപ്പെടും, ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്ത, ഇതിലേക്ക് ഹീറ്റ് കൊടുത്തു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, അത് എക്സ്പാൻഡ് ചെയ്യപ്പെടും. എന്തായിരിക്കും ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച്? നമ്മൾ അതിന് ഡെൽറ്റ എ എന്നാണ് പറയുക. എന്താണ് ഏരിയയിലുള്ള ചേഞ്ച്? ദാറ്റ് ഷുഡ് ബി A0 ആൽഫ എ ഇൻറ്റു ഡെൽറ്റ ടി എന്നാണ് ഇക്വേഷൻ. A0 അതിൻ്റെ ഒറിജിനൽ ഏരിയ, ആൽഫ എ ഏരിയയുമായി ബന്ധപ്പെട്ട എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ്, ഏരിയ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയും. ദെൻ ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇതുപോലെ നമ്മളൊരു വോള്യം ഉള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെയാണ്, ഒരു ക്യൂബ് പോലെയുള്ള ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്നതെങ്കിൽ, സിമ്പിൾ ഐഡിയകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിൽ ടോട്ടലി ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ക്യൂബ് ആണെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ദെൻ ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, അപ്പോൾ എന്തിലൊക്കെ ചേഞ്ചസ് വരാം? ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് എല്ലാം ചേഞ്ച് ചെയ്യാം. വിച്ച് മീൻസ് ഇസ് ടോട്ടൽ വോള്യൂം ചേഞ്ചസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ വോള്യത്തിൽ വന്ന ചേഞ്ച് ഡെൽറ്റ വി എന്ന് പറയുന്നത് V0 ഇൻറ്റു ആൽഫ വി ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, വേർ ആൽഫ വി എന്ന് പറയുന്നത് വോള്യം എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ്. അപ്പോൾ ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ടേമുകൾ. ഇതിൽ ആൽഫ എ എന്താണെന്ന് ചോദിച്ചാൽ ഈ ടേമുകൾ ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആൽഫ എക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഇവിടെ ആൽഫ വി എന്താണെന്ന് ചോദിച്ചാൽ ഈ ടേമുകളെ താഴോട്ടേക്ക് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് ആൽഫ വിക്ക് ഒരു ഫോർമുല ഉണ്ടാക്കാം. അപ്പോൾ ബേസിക്കലി ഉള്ള ഈ ഇക്വേഷൻസ് ഇതെല്ലാം കാണിക്കുന്നത് ചേഞ്ച് ആണ്, ചേഞ്ച് ഇൻ വോള്യം, ചേഞ്ച് ഇൻ ഏരിയ, അതുപോലെ ഇവിടെ നമ്മൾ കണ്ടത് ചേഞ്ച് ഇൻ ലെങ്ത്. കണ്ടോ, ചേഞ്ച് ഇൻ ലെങ്ത്. ഇപ്പം ന്യൂ ലെങ്ത് എന്തായിരിക്കും? ഇവിടെ തന്നെ ചോദിക്കും, ഈ ബോഡിയുടെ ന്യൂ ലെങ്ത് എന്താ? ന്യൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത് പ്ലസ് ഡെൽറ്റ എൽ അല്ലേ, ന്യൂ ലെങ്ത്. ന്യൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത് പ്ലസ് ഡെൽറ്റ എൽ, അതായിരിക്കും ന്യൂ ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കുക. അതുപോലെ ന്യൂ ഏരിയ, ന്യൂ വോള്യം ഒക്കെ ചെയ്യുമ്പോൾ ഒറിജിനൽ ഏരിയ പ്ലസ് ഇൻക്രീസ് ഇൻ ഏരിയ, ആ തരത്തിൽ അതിനെ ആഡ് ചെയ്ത് നോക്കാം. ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഷോ ദാറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഈസ് ത്രൈസ് ഇറ്റ്സ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ 3 കോഎഫിഷ്യൻസ് കണ്ടു, ആൽഫ എൽ, ആൽഫ എ ആൻഡ് ആൽഫ വി. ഇവരുടെ ഒരു റേഷ്യോ എടുത്താൽ ഈ റേഷ്യോ വരുന്നത് 1:2:3 ആയിരിക്കും. അതായത് ആൽഫ എയും ആൽഫ എല്ലും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഇതിൻ്റെ ആൽഫ എല്ലിൻ്റെ ഡബിൾ ആയിരിക്കും ആൽഫ എ.
ഓക്കെ, അതുപോലെ ആൽഫ വിയും ആൽഫ എല്ലുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് പറയാം ഇതിൻ്റെ 3 ടൈംസ് ആയിരിക്കും വോളിയം എക്സ്പാൻഷൻ്റെ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഈ ഒരു റേഷ്യോ നമുക്ക് പലപ്പോഴും വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ ഹാഫ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ ഈ റേഷ്യോ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതേസമയം ഡെറിവേഷനും ചോദിക്കും. ഇത് ആൽഫ എ റേഷ്യോ 1:2 ആണ്. മീൻസ് ആൽഫ എ ഈസ് ഡബിൾ ഓഫ് ആൽഫ എൽ എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ അതൊരു സിമ്പിൾ പ്രൂഫായിട്ട് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൂഫ് ഒന്ന് ശ്രദ്ധിക്കാം. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എഴുതി ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് L0 എന്ന് പറയുന്നത് നമുക്കറിയാം. L0 അല്ല, ഒറിജിനൽ ലെങ്ത് അല്ല, എക്സ്പാൻഷൻ്റെ ന്യൂ ലെങ്ത് എന്ന് പറയുന്നത് ന്യൂ ലെങ്ത് എന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്ത് പ്ലസ് ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ. ഒറിജിനൽ ലെങ്ത് L0 പ്ലസ് ചേഞ്ച് ഇൻ ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു L0 പ്ലസ് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി L0 ആൽഫ എൽ ഡെൽറ്റ ടി എന്ന്. അതല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും L0 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ L0 ഇൻറ്റു നമുക്ക് എന്ത് എഴുതാം 1 പ്ലസ് ആൽഫ എൽ ഡെൽറ്റ ടി. ഈ ഇക്വേഷൻ ഇവിടെ നിൽക്കട്ടെ. ഈ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എന്നൊക്കെ പേര് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടിയേ. ഇനി നമ്മളൊരു സ്ക്വയർ ഷീറ്റ് കൺസിഡർ ചെയ്യാം. സ്ക്വയർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിനെ ഞാൻ വിളിക്കുന്നു L0, ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോൾ ഈ സൈഡും L0 തന്നെയായിരിക്കും. ദെൻ ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്തു. ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്തിലും ബ്രെഡ്ത്തിലും ചേഞ്ചസ് വരില്ലേ? അങ്ങനെയല്ലേ ഏരിയ ചേഞ്ച് ആവുന്നത്. അങ്ങനെ L0 എന്ന ഒറിജിനൽ ലെങ്ത്തിൻ്റെ കൂടെ ഒരു ഡെൽറ്റ എൽ ഇവിടെയും കൂടി, ഈ L0ൻ്റെ കൂടെയും ഒരു ഡെൽറ്റ എൽ വന്നു, വിച്ച് മീൻസ് ടോട്ടൽ ഏരിയ ചേഞ്ച് ആയി. അങ്ങനെയാണെങ്കിൽ ന്യൂ ലെങ്ത് ഇങ്ങനെയാണെങ്കിൽ ന്യൂ ലെങ്ത് ഈ സൈഡ് അല്ലെങ്കിൽ ഈ സൈഡ് ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ന്യൂ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ക്വയർ ഷീറ്റ് ആയതുകൊണ്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയതുകൊണ്ട് ന്യൂ ഏരിയ എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം, ന്യൂ ലെങ്ത്തിൻ്റെ സ്ക്വയർ അല്ലേ. ന്യൂ ലെങ്ത്തിൻ്റെ സ്ക്വയർ എന്താണോ ഇതിൻ്റെ സൈഡ് ലെങ്ത് അത് രണ്ടും കൂടെ സ്ക്വയർ ചെയ്താൽ ന്യൂ ഏരിയ ആയി. സോ നമ്മളിവിടെ ചെറിയൊരു കാൽക്കുലേഷൻ നടത്താൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോളാം, ചെറിയ കാൽക്കുലേഷനാണ്. ന്യൂ ലെങ്ത് ഇതാണ് നമുക്കറിയാം. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യണം. ഇക്വേഷൻ നമ്പർ 1 ആണ് ഈ ന്യൂ ലെങ്ത്. അതിനെ സ്ക്വയർ ചെയ്താലോ ഈ ടേമിനെ സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഇവിടെ L0 സ്ക്വയർ വരും. ഇവിടെ സ്ക്വയർ ചെയ്താൽ ഇതൊരു ബ്രാക്കറ്റ് ടേം ആണ്. ദാറ്റ് ഈസ് 1 പ്ലസ് ആൽഫ എൽ ഡെൽറ്റ ടി ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ L0 സ്ക്വയർ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇതിനെ നമുക്കൊരു A+B ദ ഹോൾ സ്ക്വയർ ഫോമിൽ എക്സ്പാൻഡ് ചെയ്തൂടെ? എന്തായിരുന്നു A+B ദ ഹോൾ സ്ക്വയർ? A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ ലൈക്ക് ദാറ്റ്. 1ൻ്റെ സ്ക്വയർ 1 തന്നെ. ഓക്കെ, 2AB 2 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു ആൽഫ എൽ ഡെൽറ്റ ടി. ഓക്കെ, പ്ലസ് B സ്ക്വയർ അല്ലേ. B സ്ക്വയർ എന്ന് പറയുമ്പോൾ ആൽഫ എൽ സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ ഇങ്ങനെയാണ് വരിക. ബട്ട് ഇവിടെ പ്രാക്ടിക്കലി നമ്മൾ നോക്കുമ്പോൾ ഈ ആൽഫ എൽ എന്ന് പറയുന്ന ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ, അതെപ്പോഴും ഒരു വളരെ ചെറിയ ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു വാല്യൂ ആയിരിക്കും. ഡെസിമൽ പോയിന്റ് ഒക്കെ ഉള്ളൊരു വാല്യൂവിനെ സ്ക്വയർ ചെയ്യുക, ജസ്റ്റ് ലൈക്ക് 0.1നെ നമ്മൾ സ്ക്വയർ ചെയ്യുക. 0.1നെ സ്ക്വയർ ചെയ്യുമ്പോൾ ആ വാല്യൂ പിന്നെയും ചെറുതാകും അല്ലേ. 0.1ൻ്റെ സ്ക്വയർ എന്താ 0.01 എന്ന് പറയുന്നത് പോലെ ഈ ഡെൽറ്റ എൽ വെരി സ്മോൾ ആയതുകൊണ്ട് അതിനെ സ്ക്വയർ ചെയ്ത് കിട്ടുന്നത് അതിനേക്കാളും ചെറിയ വാല്യൂ ആണ്. അപ്പോൾ നമുക്കതിന് ഒഴിവാക്കാം. സോ ആ ഒരു ഐഡിയ പോയി. പിന്നെ എന്താ അവിടെ ബാക്കിയുള്ളത്? അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്യാം. ദെൻ ഈ L0 സ്ക്വയർ നമ്മൾ വേണമെങ്കിൽ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് എഴുതാൻ കഴിയുക? L0 സ്ക്വയറിൻ്റെ 1 എന്ന് പറയുമ്പോൾ L0 സ്ക്വയർ പ്ലസ് L0 സ്ക്വയർ ഇൻറ്റു 2 ആൽഫ എൽ ഡെൽറ്റ ടി. ശരിയല്ലേ? ഈ L0 എന്ന് പറയുന്നത് ആയിരുന്നില്ലേ ഒറിജിനൽ ലെങ്ത്തിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഏരിയ അല്ലേ. നമുക്കതിനെ A0 എന്ന് വിളിക്കാം. L0 എന്താ? ഒറിജിനൽ ലെങ്ത്. അതിൻ്റെ സ്ക്വയർ എന്താ? ഒറിജിനൽ ഏരിയ. സോ A0 പ്ലസ് ഇതെന്താണ്? L0 സ്ക്വയർ വീണ്ടും ഇവിടെ വന്നു. സോ A0 2 ആൽഫ എൽ ഡെൽറ്റ ടി എന്ന് വന്നു. ഇപ്പുറത്ത് എന്താ ഉള്ളത്? ഇപ്പുറത്തുള്ളത് ന്യൂ ഏരിയ ആണ്. ന്യൂ ഏരിയ. അപ്പോൾ ചേഞ്ച് ഇൻ ഏരിയ എന്താ? ന്യൂ ഏരിയയും അറിയാം, പഴയ ഏരിയയും അറിയാം. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും മൈനസ് ചെയ്യുമ്പോഴല്ലേ ചേഞ്ച് ഇൻ ഏരിയ കിട്ടുക. ചേഞ്ച് ഇൻ ഏരിയ, ഇത് ന്യൂ ഏരിയ, ഇത് ഇപ്പുറം കൊണ്ടുവന്നാൽ മൈനസ് ആയി. അപ്പോൾ എന്ത് കിട്ടുന്നു? ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഇത് ഇപ്പുറത്തേക്ക് വന്നാൽ ന്യൂ ഏരിയ മൈനസ് A0 എന്ന് പറയുന്നത് ഇവിടെ എന്താ ബാക്കിയുള്ളത്? A0
2 ആൽഫ എൽ ഡെൽറ്റ ടി. ഈ വാല്യൂ എന്താ? ന്യൂ ഏരിയ മൈനസ് A0. ന്യൂ ഏരിയ മൈനസ് A0 എന്ന് പറയുന്നതാണ് ഏരിയയിൽ വന്ന ചേഞ്ച്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അതിനെ ഡെൽറ്റ എ എന്ന് എഴുതാം. സോ ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു A0 2 ആൽഫ എൽ ഡെൽറ്റ ടി. ബട്ട് ഓൾറെഡി നമുക്കറിയാം ഡെൽറ്റ എയുടെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതിയത്. ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു A0 ആൽഫ എ ഡെൽറ്റ ടി അല്ലെ നമ്മൾ നേരത്തെ എഴുതിയത്. ഇപ്പം ഇത് രണ്ടൊന്ന് കമ്പയർ ചെയ്തേ. ഇവിടെ 2 ആൽഫ എൽ, അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? ആൽഫ എ. അപ്പോൾ എന്ത് പറയാം? ആൽഫ എ എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് ആൽഫ എൽ ആണ്. അപ്പം ഇങ്ങനെ ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റും ഏരിയ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റും കമ്പയർ ചെയ്യുമ്പോൾ അതൊരു 1:2 റേഷ്യോയിലാണെന്ന് പറയാം. ഇനി നമ്മളോട് ചോദിച്ചത്, ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഏരിയയുടെ അല്ല, വോളിയം എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ചോദിച്ചത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്യൂബ് എടുക്കുക. ക്യൂബ് ലെങ്ത്തും ബ്രെഡ്ത്തും തിക്നെസ്സും എല്ലാം ഈക്വൽ ആണ്. നമ്മൾ എല്ലാ സൈഡിനെയും ഒറിജിനൽ ലെങ്ത് ആയ L0 എന്ന് വിളിക്കുന്നു. L0 ഓക്കെ, അതാണ് അതിൻ്റെ ഒറിജിനലുള്ള ലെങ്ത്. ഇനി എക്സ്പാൻഡ് ചെയ്താൽ എന്തൊക്കെ ചേഞ്ച് ചെയ്യും? ലെങ്ത്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് മൂന്നും ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഒരു ന്യൂ വോളിയം ഉണ്ടാവും. ന്യൂ ലെങ്ത് എന്ന് പറയുന്നത് വീണ്ടും നമുക്കറിയാം, ന്യൂ ലെങ്ത് ഞാൻ ഇവിടെ എഴുതുന്നു. ന്യൂ ലെങ്ത് എന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്ത് പ്ലസ് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. സ്റ്റെപ്പ് നമ്മൾ നേരത്തെ എഴുതി തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒറിജിനൽ ലെങ്ത് പ്ലസ് L0 ആൽഫ എൽ ഡെൽറ്റ ടി ആണ്. L0 നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ L0 ഇൻറ്റു 1 പ്ലസ് ആൽഫ എൽ ഡെൽറ്റ ടി എന്ന് കിട്ടും. ഇതാണ് ന്യൂ ലെങ്ത്. ഇപ്പം ന്യൂ വോളിയമോ? ന്യൂ വോളിയം എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ ക്യൂബ് ആയിരിക്കില്ലേ? ന്യൂ ലെങ്ത് എന്താണോ അതിന് ക്യൂബ് ചെയ്താൽ നമുക്ക് ന്യൂ വോളിയം കിട്ടും. സോ ന്യൂ വോളിയം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരിക? L0 ക്യൂബ് ഇൻറ്റു 1 പ്ലസ് ആൽഫ എൽ ഡെൽറ്റ ടി ദ ഹോൾ ക്യൂബ്. അപ്പോൾ അവിടെ നമ്മളൊരു A+B ദ ഹോൾ ക്യൂബ് എന്ന ഓപ്പറേഷൻ ചെയ്യണം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതങ്ങനെ തന്നെ നിൽക്കട്ടെ, L0 ക്യൂബ് ഇൻറ്റു A+B ദ ഹോൾ ക്യൂബ് എന്താ? A ക്യൂബ് പ്ലസ് 3A² B പ്ലസ് 3AB² പ്ലസ് B ക്യൂബ് അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ A ക്യൂബ് 1ൻ്റെ ക്യൂബ് 1 തന്നെ. അടുത്തത് 3A², A² 1ൻ്റെ സ്ക്വയർ 1, 3A² B എന്ന് പറയുമ്പോൾ ആൽഫ എൽ ഡെൽറ്റ ടി പ്ലസ് അടുത്തെന്താ? 3AB². അപ്പോൾ 3Aക്ക് പകരം 1, ബിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആൽഫ എൽ സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ പ്ലസ് അവസാനം B ക്യൂബ് എന്ന് വെച്ചാൽ ആൽഫ എൽ ക്യൂബ് ഡെൽറ്റ ടി ക്യൂബ്. ഇങ്ങനെയാണ് വരിക. അവിടെ ഇപ്പം ഞാൻ ചെയ്തത് എന്താ? വേഗം പറയുകയാണേ, A+B ദ ഹോൾ ക്യൂബ് ചെയ്തു. അങ്ങനെ ചെയ്തു വന്നപ്പോൾ ഇവിടെ ആൽഫ എല്ലിൻ്റെ സ്ക്വയർ ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൽഫ എൽ ഒരു വളരെ ചെറിയ വാല്യൂ ആണ്. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്താലോ ആ വാല്യൂ പിന്നെയും ചെറുതാവും. ഇവിടെ ആൽഫ എല്ലിൻ്റെ ക്യൂബ് ഇല്ലേ? അപ്പോൾ അത് വീണ്ടും ചെറുതാവും. അപ്പോൾ ഈ ചെറിയ ചെറിയ വാല്യൂസ് ഒക്കെ നമുക്ക് നെഗ്ലിജിബിളി സ്മോൾ ഒഴിവാക്കാം. സോ വാട്ട് റിമെയിൻസ്? ദിസ് ഈസ് ഈക്വൽ ടു L0 ക്യൂബ് ഇൻറ്റു ഇവിടെ തന്നെ ബാക്കിയുള്ളത് 1 പ്ലസ് 3 ആൽഫ എൽ ഡെൽറ്റ ടി. ഈ എൽ ക്യൂബിനെ നമ്മൾ ഉള്ളിലേക്ക് എടുത്താലോ? L ക്യൂബ് ഉള്ളിലേക്ക് എടുത്താൽ ദിസ് ഈസ് ഈക്വൽ ടു L0 ക്യൂബ് പ്ലസ് ഇതങ്ങോട്ട് പോട്ടെ, L0 ക്യൂബ് ഇൻറ്റു 3 ആൽഫ എൽ ഡെൽറ്റ ടി. ഈ സൈഡിൽ എന്താ ഉള്ളത്? ന്യൂ വോളിയം അല്ലേ? ഇതെന്താണ് ആക്ച്വലി ഈ L0 ക്യൂബ്? L0 എന്താ? ഒറിജിനൽ ലെങ്ത്. അപ്പോൾ L0ൻ്റെ ക്യൂബ് എന്താ? ഒറിജിനൽ വോളിയം. ഇത് ഒറിജിനൽ വോളിയം അല്ലേ? ഇത് ഒറിജിനൽ വോളിയം. നമുക്കതിനെ V0 എന്ന് വിളിക്കാം. V0 പ്ലസ് ഇതെന്താ? V0 3 ആൽഫ എൽ ഡെൽറ്റ ടി. ഇവിടെ എന്താ ഉള്ളത്? ന്യൂ വോളിയം. അപ്പോൾ ചോദിക്കട്ടെ, എന്തായിരിക്കും ചേഞ്ച് ഇൻ വോളിയം? ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ ന്യൂ വോളിയത്തിൽ നിന്ന് പഴയ വോളിയം മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യാൻ വേണ്ടി ഇതിന് ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം കിട്ടും അല്ലേ? ചേഞ്ച് ഇൻ വോളിയം. അപ്പോൾ ഇതിപ്പുറം വന്നു മൈനസ് ചെയ്തു. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം കിട്ടുന്നു V0 3 ആൽഫ എൽ ഡെൽറ്റ ടി. അതേസമയം ചേഞ്ച് ഇൻ വോളിയത്തിന് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് V0 ആൽഫ വി ഡെൽറ്റ ടി അല്ലേ? ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 3 ആൽഫ എൽ, ബാക്കി എല്ലാ ടേമും സെയിം ആണ്. ഇവിടെ ആൽഫ വി. അപ്പോൾ ആൽഫ വി എന്തിന് ഈക്വലാ? 3 ആൽഫ എൽ. അപ്പോൾ വോളിയം എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ 3 ടൈംസ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതൊരു ഡെറിവേഷൻ ആണ്. ഇതിൽ ചോദിക്കാൻ ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും ചോദിക്കുക. നോർമലി ഞാൻ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ 3 ടൈപ്സ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്നായിരിക്കും ചോദിക്കുക. നിങ്ങൾ അത് പഠിച്ചാൽ മതിയാവും മിക്കവാറും.
ഒരു 90% അത് ചോദിക്കാനാണ് ചാൻസ്. അപ്പം നിങ്ങൾ അവിടെ ഈ ലീനിയർ എക്സ്പാൻഷനെ കുറിച്ചും ഏരിയ എക്സ്പാൻഷനെ കുറിച്ചും വോളിയം എക്സ്പാൻഷനെ കുറിച്ചും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസും മാത്രം എഴുതും. കുറച്ചുകൂടെ ഹൈ ലെവലാക്കാൻ സാധ്യത കുറവാണ്, എന്നാലും ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഇനി ചോദിക്കുക. ആൽഫ എ എന്ന് പറയുന്നത് ഏരിയ എക്സ്പാൻഷൻ്റെ കോഎഫിഷ്യൻറ്റ് ലീനിയറിൻ്റെ 2 ടൈംസ് ആണ് എന്ന് പ്രൂവ് ചെയ്യുക. അതല്ലെങ്കിൽ വോളിയം കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ലീനിയർ കോഎഫിഷ്യൻറ്റിൻ്റെ 3 ടൈംസ് ആണ് എന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? തെർമൽ എക്സ്പാൻഷനിൽ ആ ഒരു ഡെറിവേഷൻ സൈഡിൽ നിങ്ങൾ ഇതാണ് നോക്കേണ്ടത്. ഓക്കെ, പിന്നെ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് പിന്നെ വരുന്നത്. എ ഹോൾ ഈസ് ഡ്രിൽഡ് ഇൻ എ കോപ്പർ ഷീറ്റ്. ദ ഡയമീറ്റർ ഓഫ് ദ ഹോൾ ഈസ് 4.24 സെൻറ്റിമീറ്റർ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. ഒരു ഷീറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്, എന്തെങ്കിലും ഒരു ഷീറ്റ് ആവട്ടെ, അതിലൊരു ഹോള് ഉണ്ടാക്കുന്നു. ആ ഹോളിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, 4.24 സെൻറ്റിമീറ്റർ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അത് നമുക്കൊരു ലെങ്ത് ആക്കി എടുക്കാം. ഒറിജിനൽ ലെങ്ത്, ഡയമീറ്റർ ഇസ് എ ലെങ്ത്. സോ ഒറിജിനൽ ലെങ്ത് എന്താ? L0 എന്ന് പറയുന്ന ഒറിജിനൽ ലെങ്ത് തന്നിരിക്കുന്നു 4.24 സെൻറ്റിമീറ്റർ. 4.24 സെൻറ്റിമീറ്റർ. ഓക്കെ, at 27 degrees Celsius. What is the change in diameter? Diameter is a length. So what is the change in length എന്നാണ് question. So what is delta L? Delta L is L0 alpha L delta T. നേരെ അങ്ങ് ചെയ്താൽ മതി. L0 തന്നിട്ടുണ്ട്, ആൽഫ L എത്രയാ? ആൽഫ L തന്നിരിക്കുന്നു കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ 1.7 × 10⁻⁻⁵. അപ്പോൾ ആ വാല്യൂ ഇവിടെ കൊടുത്തേ. ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാ? 27 ഡിഗ്രിയിൽ നിന്ന് 227 ഡിഗ്രി സെൽഷ്യസിലേക്ക്. അപ്പോൾ എത്രയാ ചേഞ്ച്? 200 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അപ്പോൾ ഇവിടെ ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ കൊടുക്കുക, ഇവിടെ നിങ്ങൾ 200 കൊടുക്കുക. പ്രോബ്ലം ഞാൻ ചെയ്യില്ല, നിങ്ങളാണ് ഇനി ചെയ്ത് പഠിക്കേണ്ടത്, ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ വരികയാണ്. ഇൻവാർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെൻഡുലം ക്ലോക്സ്. വൈ? പെൻഡുലം ക്ലോക്കുകൾ, പെൻഡുലം ക്ലോക്ക് എന്ന് പറയുന്നത് അപൂർവമായിട്ട് നമ്മളിപ്പോൾ കാണാറുണ്ട്. പെൻഡുലം ക്ലോക്കിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് അതിൽ ഓൾറെഡി ഒരു പെൻഡുലം ഉണ്ടാകും. ആ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ അനുസരിച്ചാണ് സെക്കൻഡ് കൗണ്ട് ചെയ്യുക. ഓക്കെ, അത് ഒരു പ്രാവശ്യം പോയി വരുമ്പോൾ 1 സെക്കൻഡ്, ദെൻ രണ്ടാമത്തെ സെക്കൻഡ്, മൂന്നാമത്തെ സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ ഒരു ഓസിലേഷൻ ഇതിൻ്റെ ടൈമിനെ ഡിസൈഡ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം ഇപ്പം നമ്മൾ കാണുന്നത് കൂടുതലും ബാറ്ററി വെച്ച് വർക്ക് ചെയ്യുന്ന തരം ക്ലോക്കുകളാണ് നമ്മൾ കാണാറുള്ളത്. പെൻഡുലം ക്ലോക്കിൽ അപ്പോൾ ഉറപ്പായിട്ടും ഈ ടൈം പീരീഡിനെ ഇതിൻ്റെ ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? ഓസിലേഷൻ എന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്. വാട്ട് ഇസ് ദ ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം? T is equal to 2π × √L/G. സോ L ലെങ്ത് ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെൻഡുലം ക്ലോക്കിൻ്റെ ആ ലെങ്ത്, പെൻഡുലത്തിൻ്റെ ലെങ്ത് മാറാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു മാറ്റം പോലും അതിൽ വരാൻ പാടില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് ലെങ്ത് മാറിപ്പോയാൽ, ലെങ്ത്തിൽ ചേഞ്ച് വന്നാൽ അതിൻ്റെ ഓസിലേഷനിൽ മാറ്റം വരും. അപ്പോൾ സെക്കൻഡുകൾ മാറിപ്പോവും. ആ ക്ലോക്ക് പിന്നീട് കാണിക്കുന്നത് റോങ് ടൈം ആയിരിക്കും. അപ്പോൾ റോങ് ടൈം ആവാതിരിക്കണമെങ്കിൽ ഒരു കാരണവശാലും അതിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, ബട്ട് പലപ്പോഴും നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പല രീതിയിലും മാറുന്നുണ്ട് അല്ലെ? നല്ല ചൂടുള്ള സമയമുണ്ട് നമുക്ക്. ആ സമയത്തൊക്കെ ചിലപ്പോൾ ഈ പെൻഡുലത്തിൻ്റെ അതിൻ്റെ ആ ഒരു ബോഡിയിലേക്കും ഈ ടെമ്പറേച്ചർ എഫക്റ്റുകൾ വരാം. നല്ല ചൂടുള്ള സമയത്ത് അതിനനുസരിച്ച് ഈ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ പെൻഡുലത്തിനും ചേഞ്ചസ് സംഭവിക്കാം. ടെമ്പറേച്ചർ കൂടുമ്പോൾ ലെങ്ത് മാറിപ്പോയേക്കാം. അങ്ങനെ മാറിപ്പോയാൽ അതിൻ്റെ ഓസിലേഷനിൽ ചേഞ്ച് വരും, ടൈം പീരീഡ് മാറിപ്പോവും. ബട്ട് ഇൻവാർ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം അലോയിയാണ്. ഈ അലോയിയുടെ പ്രത്യേകത അതിൻ്റെ ടെമ്പറേച്ചർ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് വളരെ കുറവാണ്. ഓക്കെ, അതിന് അത്ര പെട്ടെന്ന് ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവില്ല. കാര്യമായ ടെമ്പറേച്ചർ മാറിയാൽ പോലും അതിൻ്റെ ലെങ്ത്തിൽ മാറ്റം വരില്ല എന്നുള്ളതാണ് ഇൻവാർ എന്ന മെറ്റീരിയലിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ടാണ് ലെങ്ത്തിൽ ഒരു സാഹചര്യത്തിലും ടെമ്പറേച്ചർ എഫക്റ്റ് കൊണ്ടുള്ള ഒരു സാഹചര്യത്തിലും ചേഞ്ചസ് വരരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ നമ്മൾ എന്ത് വെക്കുന്നത്? ഇൻവാർ ഫിറ്റ് ചെയ്യുന്നത്. വീണ്ടും എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെയിൽവേ ലൈൻസ് ആർ ലേഡ് വിത്ത് ഗ്യാപ്സ് ടു അലോ ഫോർ എക്സ്പാൻഷൻ. ഓക്കെ, നമ്മുടെ ഒരു പ്രാക്ടിക്കലി നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻ പരിചയപ്പെടുത്തുകയാണ്. റെയിൽവേ ട്രാക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റെയിൽവേ ട്രാക്കുകൾ എന്ന് പറയുന്നത് കുറേ പീസസ് അടുത്തടുത്ത് വെച്ചിട്ടാണ് നല്ല ലെങ്ത്തുള്ള കിലോമീറ്റേഴ്സ് നീണ്ടു നിൽക്കുന്ന റെയിൽവേ ട്രാക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ആ റെയിൽവേ ട്രാക്കിൽ അത്രയും കിലോമീറ്റേഴ്സ് നീണ്ടു നിൽക്കുന്ന ആ റെയിൽവേയുടെ ട്രാക്ക് നല്ല ഉറപ്പുള്ള ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ട്രാക്കുകൾ ഒറ്റ പീസല്ല. കുറച്ച് ലെങ്ത് ഉള്ള ഒരു ഭാഗം കഴിഞ്ഞാൽ ദെൻ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് മറ്റൊരു
ലെങ്ത് ഉള്ളൊരു പീസ്, അത് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്തൊരു പീസ്. ഇതിൻ്റെ ഒരു താഴെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഈ തരത്തിലാണ് ഉണ്ടാവുക. ഓക്കെ, ചെറിയൊരു ഗ്യാപ്പ്. എന്തിനാണ് ഈ ഗ്യാപ്പ് എന്നറിയോ? നമുക്കറിയാം, പലപ്പോഴും നല്ല നട്ടുച്ച സമയത്തൊക്കെ നല്ല ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഈ കാണുന്നത്. ഓക്കെ, അതിന് പ്രത്യേകിച്ച് തണലൊന്നും കിട്ടാൻ ഒരു വഴിയുമില്ല. ട്രെയിൻ പോവാത്ത സമയത്ത് വെയിൽ കൊണ്ട് ചുട്ട് പഴുത്ത് ചൂടായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതിനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ആ ടെമ്പറേച്ചർ വരുമ്പോൾ ഇത് ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ലെങ്ത് ഇൻക്രീസ് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ടും ഇൻക്രീസ് ചെയ്യും, ഇത് ഇങ്ങോട്ടും ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഈ ഗ്യാപ്പ് വന്ന് അടയും. ആ ഗ്യാപ്പ് അവിടെ വെച്ചില്ലായിരുന്നെങ്കിലോ അതൊരൊറ്റ പീസാക്കി വെച്ചാൽ അത് ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും. ഇൻക്രീസ് ചെയ്യാനുള്ള ഗ്യാപ്പ് അവിടെ ഇല്ലെങ്കിൽ ഇത് ബെൻഡായിപ്പോവും. ഒരു സാധനം ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക, ബട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അത് ബെൻഡായിപ്പോൾ ബെൻഡായി കഴിഞ്ഞാൽ ട്രെയിൻ ഓടുമ്പോൾ അപകടം സംഭവിക്കും, അല്ലേ? അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് എപ്പോഴും ഇവിടെ ഒഴിവാക്കി വിടാറുണ്ട്. അത് പ്രാക്ടിക്കലി നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ മുന്നോട്ട് പോകുന്നത്. ഇഫ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സ്റ്റീൽ റെയിൽസ് ഈ 60 സെൻറ്റിമീറ്റർ ലോങ്, 66 മീറ്റർ ലോങ്. ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സ്റ്റീൽ റെയിൽസ്, ഗ്യാപ്പ് അല്ല, 60 സെൻറ്റിമീറ്റർ ലോങ് അതിൻ്റെ ഒറിജിനൽ ലെങ്ത് ആണ്. 66 മീറ്റർ ലെങ്ത് ഉള്ള ആ റെയിലിൻ്റെ ഗ്യാപ്പ് 3.63 സെൻറ്റിമീറ്റർ ആണ്. ഈ ഗ്യാപ്പ് വരുന്നത് എത്രയാ? ഈ ഗ്യാപ്പ് വരുന്നത് 3.63 സെൻറ്റിമീറ്റർ ആണ് അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ്. ദെൻ അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ ദ ലൈൻസ് ജസ്റ്റ് ടച്ച്? എന്ന് വെച്ചാൽ 10 ഡിഗ്രി സെൽഷ്യസിൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. എത്ര ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴാണ് ഇത് ക്ലോസ് ആവുക? ഇത് ക്ലോസ് ആവുക എന്ന് പറയുന്ന അർത്ഥം എന്താ? എത്ര ഡിഗ്രിയിൽ എത്തുമ്പോഴാണ് 3.63 എന്ന ഗ്യാപ്പ് അടഞ്ഞു പോവാം? 3.63 എന്ന ഗ്യാപ്പ് അടഞ്ഞു പോകണമെങ്കിൽ അത് 3.63 ലെങ്ത് കൂടണ്ടേ? അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇതിൽ ഓൾറെഡി ഉള്ള ലെങ്ത് L0 എന്ന് പറയുന്നത് 66 മീറ്റർ, ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 3.63 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇൻറ്റു 10⁻²- മീറ്റർ. ഇതിൻ്റെ ആദ്യത്തെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 ഡിഗ്രി സെൽഷ്യസ്. 10 ഡിഗ്രി സെൽഷ്യസ്. നമ്മളോട് ചോദിച്ചത് എത്ര ഹീറ്റ് ചെയ്യണം. അപ്പം നിങ്ങളൊരു T2 എന്ന ടെമ്പറേച്ചർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഈ T2 - T1 ആയിരിക്കൂലേ ഡെൽറ്റ ടി. അപ്പം നമ്മൾ എന്ത് എഴുതുന്നു? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു L0 ആൽഫ എൽ ഇൻറ്റു T2 - T1. കണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ഈ T2 ആണ് കാണേണ്ടത്. T1 അറിയാം, ഡെൽറ്റ എല്ലും L0യും അറിയാം, ആൽഫ എൽ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് T2 കണ്ടുപിടിക്കാം. പിന്നെ ഇത് അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 ടൈപ്സ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ? ഞാൻ പറഞ്ഞു അതാണ് ഇതിൽ ഏറ്റവും സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ. അതായിരിക്കും മിക്കവാറും ചോദിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് തെർമൽ പ്രോപ്പർട്ടീസിൽ ആ ഒരു ഭാഗത്ത് നിന്ന്, ഇത് തെർമൽ എക്സ്പാൻഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ട് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പറയുന്ന സമയത്ത് നമ്മൾ പരിചയപ്പെട്ട ഒരു പിക്ചറാണത്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്നുള്ള ഐഡിയ ഓർമ്മയുണ്ടോ മക്കളെ? എന്തായിരുന്നു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്? നമുക്ക് ഒരു ബോഡിയുടെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറാൻ എക്സ്റ്റേണലി എനർജി അപ്ലൈ ചെയ്യാം. സിമ്പിളായിട്ട് പറയുമ്പോൾ നമ്മൾ 3 സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്ടറിൻ്റെ സ്റ്റേറ്റ് ചേഞ്ചാണ് പലപ്പോഴും നമ്മൾ പറയുക. വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമാണ്, ബട്ട് വാട്ടറിനെ നമുക്ക് സോളിഡ് ആക്കാം. വാട്ടറിനെ നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവന്നാൽ നമ്മൾ പറയും അത് മെൽറ്റ് ആവും. അതിന് താഴേക്ക് പിന്നെ എത്ര ടെമ്പറേച്ചർ പോയാലും അത് മെൽറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കും, അല്ലേ? അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ ഒരു മെൽറ്റ് ആവാൻ വേണ്ട മിനിമം ടെമ്പറേച്ചർ, അല്ലേ? ടെമ്പറേച്ചർ കുറച്ച് അതിന് താഴോട്ടേക്ക് പിന്നെയും പോയാലോ അതെല്ലായ്പ്പോഴും സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കും. ഇതുപോലെ വാട്ടറിന് നമ്മൾ കൂടുതൽ ടെമ്പറേച്ചർ കൂട്ടിയാലോ 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയാൽ നമുക്കറിയാം അത് തിളയ്ക്കാൻ തുടങ്ങും. അത് 110 ആയാലും 120 ആയാലും ഒക്കെ നല്ലോണം തിളയ്ക്കാൻ തുടങ്ങും. വാട്ടർ വേപ്പറായിട്ട് മാറും. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ പറയുന്നു വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് വാട്ടർ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വാട്ടറിന് തന്നെ ലിക്വിഡ് ഫോം ഉണ്ട്, സോളിഡ് ഫോം ഉണ്ട്, അതേപോലെ ഗ്യാഷ്യസ് ഫോം, വേപ്പർ ഫോമും ഉണ്ട്. ഈ ഫോം ചേഞ്ച് ചെയ്യാൻ 0 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുന്ന ഐസ് 0 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുന്ന വാട്ടർ ആവാൻ, ഇത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിൽ അത് വാട്ടർ ആവും. 0 ഡിഗ്രി എന്ന് പറയുന്നത് ഒരേ സമയം സോളിഡും ലിക്വിഡും ആവാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചറാണ്. 0 ഡിഗ്രിയേക്കാളും കുറഞ്ഞാൽ ഒരു
10 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ഉറപ്പിച്ച് പറയാം അത് സോളിഡ് മാത്രം, ഉറപ്പിച്ച ഐസാണ്. അതേസമയം അറ്റ് 0 ഡിഗ്രി സെൽഷ്യസിൽ അത് എന്തായി മാറാൻ തുടങ്ങുന്നുണ്ട്? വാട്ടറായി മാറാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായിട്ട് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടത്താൻ നമ്മൾ എത്ര ഹീറ്റ് കൊടുക്കേണ്ടി വരും? ആ ഹീറ്റ് നമ്മൾ വിളിച്ച പേരായിരുന്നു ലേറ്റന്റ് ഹീറ്റ്. ഒരു 1 കിലോഗ്രാം മെറ്റീരിയൽ എടുത്തിട്ട് ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടാക്കുകയാണ്. 1 കിലോഗ്രാം ഐസിനെ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറാക്കി മാറ്റാൻ ടെമ്പറേച്ചർ മാറുന്നില്ല എന്നുള്ളതാണ് ആ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിലെ ഏറ്റവും ക്രൂഷ്യലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. ടെമ്പറേച്ചർ സെയിം ആയിട്ട് നിൽക്കും, അതേസമയം അത് ഐസിൽ നിന്ന് വാട്ടറാവും. അപ്പം നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ കൂട്ടിയാലോ? ഇവിടുന്ന് വീണ്ടും ടെമ്പറേച്ചർ കൂട്ടുമ്പോഴാണ് വാട്ടർ തന്നെ 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകും. 10 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ അല്ലെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ, അങ്ങനെ എവിടം വരെ അതിന് പോകാൻ പറ്റും? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആവാം. ദെൻ 100 ഡിഗ്രി സെൽഷ്യസിൽ എന്താ സംഭവിക്കുക? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ എന്തായി മാറുന്നു? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വേപ്പറായി മാറുന്നു. അങ്ങനെ അടുത്ത ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഇപ്പോൾ ഇവിടെ ലിക്വിഡ് ഗ്യാസായി മാറുകയാണ്, ഇവിടെ സോളിഡ് ലിക്വിഡായി മാറുകയാണ്. ഇങ്ങനെ ഈ സ്റ്റേറ്റ് മാറാൻ നമ്മൾ എത്ര ഹീറ്റ് പ്രൊവൈഡ് ചെയ്യണം? അത് 1 കിലോഗ്രാം സബ്സ്റ്റൻസ് എടുത്ത് പറയുമ്പോഴാണ് നമ്മളതിനെ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയാം. ഓക്കെ, ലേറ്റന്റ് ഹീറ്റ് എൽ എന്നൊരു സിമ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ പറയുന്നത്. സോ ഇക്വേഷൻ ഇങ്ങനെയാണ്: L ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ M. പെർ കിലോഗ്രാം മാസിനെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടത്താൻ എത്ര, Q മീൻസ് ഹീറ്റ് എനർജി, എത്ര ഹീറ്റ് എനർജി കൊടുക്കണം? സോ ഹീറ്റ് എനർജി പെർ 1 കിലോഗ്രാം മാസ്, അതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു ലേറ്റന്റ് ഹീറ്റ്. കേട്ടോ, അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന്റെ പേരുകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഇത് ഐസിൽ നിന്ന് വാട്ടർ ആകുന്നതിനെയാണ് നമ്മൾ മെൽറ്റിംഗ് എന്ന് പറയുന്നത്. അതേസമയം വാട്ടറിൽ നിന്ന് വേപ്പർ ആവുന്നതിനെയാണ് നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ? വാട്ടർ ഐസായി മാറുന്നതിനെയാണ് നമ്മൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൻ്റെ പേരുകളൊക്കെ ഓർത്ത് വെച്ചേക്കണം. അതിനനുസരിച്ചാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റിൻ്റെ പേരും പറയാം. ഇവിടെ നമ്മൾ പറയും വാട്ടർ വേപ്പർ ആവുന്നതിന് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്നാണ് പറയും. അതേസമയം ഐസ് ടു വാട്ടർ അല്ലെങ്കിൽ വാട്ടർ ടു ഐസ്, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ആവാമേ, അതിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ അല്ലെങ്കിൽ സോളിഡ് ലിക്വിഡ് ഫേസ് ചേഞ്ച് നടക്കുന്ന ആ ഒരു ഹീറ്റ് റിക്വയർഡിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയും. അതേസമയം വാട്ടർ ടു വാട്ടർ വേപ്പർ, വാട്ടർ വേപ്പർ ടു വാട്ടർ, ആ ഒരു ഫേസ് ചേഞ്ച് നടക്കാൻ വേണ്ട ഹീറ്റ് എനർജിയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയും. കേട്ടോ, അപ്പോൾ ആ ഒരു പോയിൻ്റൊക്കെ ഓർത്ത് വെച്ചേക്കണം. ഒക്കെ സിമ്പിൾ ഐഡിയ ആണ്, അതൊക്കെ ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരികയാണ് ചെയ്യാം. ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ചോദിക്കുകയാണ്: The above graph represents temperature versus heat for 1 atmospheric water at atmospheric pressure. Match the following using the above graph. ഓക്കെ, നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഗ്രാഫിൽ എ ബി എന്നൊരു ലൈന് കാണാം, ബി സി ഉണ്ട്, സി ഡി ഉണ്ട്, ഡി ഇ ഇ എഫ്. എ ബി എന്താ? എ ടു ബി എന്താ? 0 ഡിഗ്രി സെൽഷ്യസിനേക്കാളും താഴെയാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും ഏതാ സ്റ്റേറ്റ്? സോളിഡ് സ്റ്റേറ്റാ, ഐസാ. ദെൻ ബി സി എന്താ കാണുന്നത്? ബി സി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ചേഞ്ചാണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആകുന്ന ആ ഒരു സ്റ്റേറ്റ് ആണ് നമ്മളവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എന്ത് പറയാം? അത് മെൽറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്, മെൽറ്റ് ചെയ്യാം. ദെൻ സി ഡി എന്താ? സി ഡി എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടുകയാണ്. അടുത്ത ഡി എന്താ കാണുന്നത്? ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ അത് വാട്ടറിൽ നിന്നും വാട്ടർ വേപ്പറായിട്ട്, അതായത് ലിക്വിഡിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കുള്ള ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. ഈ എഫ് എന്താ? ഈ എഫ് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ വേപ്പറായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാണാൻ പറ്റും. അപ്പോൾ ബി സി പറഞ്ഞോളൂ. ബി സി എന്താണ്? മെൽറ്റിംഗ്. മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പാർഷ്യലി സോളിഡ് ആൻഡ് ലിക്വിഡ് അല്ലേ? ഡി ഇ എന്ന് പറഞ്ഞാൽ എന്താ? ഡി ഇ എന്ന് പറയുന്നത് വേപ്പറൈസേഷൻ. വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ പാർഷ്യലി ലിക്വിഡ് ആൻഡ് വേപ്പർ. ദി സ്ലോപ്പ് ഓഫ് എ ബി ആൻഡ് സി ഡി ആർ ഡിഫറെൻറ്റ് വൈ എന്നാണ് ചോദിക്കുന്നത്. എ ബി എന്ന് പറയുന്നത് ലേറ്റന്റ് ഹീറ്റ്, എ ബി എന്ന് പറയുന്നത് ഐസിൻ്റെ ഒരു ടെമ്പറേച്ചർ എഫക്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതേസമയം അടുത്ത പോയിന്റ് സി ഡി എന്ന് പറയുന്നത് വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്താനുള്ളൊരു ചേഞ്ചാണ്. അതിൻ്റെ എക്സാക്ട് റീസൺ എന്ന് പറയുന്നത് നമ്മളെ ഫോക്കസ് ഏരിയ ഇല്ലാത്തൊരു പോയിന്റാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വാട്ടറിന് കൂടുതലാണ് എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 6. ദെൻ അടുത്ത വരുന്നത് ഡിഫൈൻ
ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. മിക്കവാറും ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ സാധ്യത കൂടുതൽ. ഈ ഗ്രാഫ് തരുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു അങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യനെ ഇതിൽ നിന്നും ഈ ഒരു അവസ്ഥയിൽ വരാൻ ചാൻസ് ഉള്ളൂ. ഡിഫൈൻ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഫ്യൂഷൻ എന്ന് പറയുന്ന ചേഞ്ച് എന്തായിരുന്നു? സോളിഡ് ടു ലിക്വിഡ് ചേഞ്ച് അല്ലെങ്കിൽ ലിക്വിഡ് ടു സോളിഡ് ചേഞ്ച്. ഓക്കെ. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ടു ഗ്യാസ് ചേഞ്ച് ഓർ ഗ്യാസ് ടു ലിക്വിഡ് ചേഞ്ച്. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പോർഷനായ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്.